ആണ്. ഇത് സബ്സ്ട്രാക്ഷൻ ടേബിളാണ്. ഇത് നമ്മൾ കുട്ടികൾക്ക് സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിത് കുറച്ച് വിഷ്വലി ആയിട്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പാകത്തിനുള്ള ഒരു ടേബിളാണിത്. ഇതിപ്പോൾ വലിയൊരു ഫിഷ് ഉണ്ട്, പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ഫിഷുകളാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ഫിഷ് ഈ കുഞ്ഞു ഫിഷുകളെയൊക്കെ ഹണ്ട് ചെയ്യാണ്. ഒരു ആനിമേഷൻ രീതി. കുട്ടികൾക്ക് ആനിമേഷനിലൂടെയൊക്കെ ഒത്തിരി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ കാർട്ടൂൺസ് കാണുമ്പോഴൊക്കെ ആണെങ്കിൽ അതിലൂടെ അവർ കുറേ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു തീമിലാണ് ഇതും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ഫിഷ് ഈ കുഞ്ഞു ഫിഷുകളെയൊക്കെ ഹണ്ട് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ? അപ്പം നമ്മൾ ഫസ്റ്റ് ഇവിടെ ഒരു കുഞ്ഞു പ്രോബ്ലം ഇടുകയാണേ. ഫോർ മൈനസ് 2 ഇതാണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന പ്രോബ്ലം. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു 4 ഫിഷ് ഇവിടെയുണ്ട്. കുഞ്ഞ് 4 മീനുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വലിയ മീൻ ഇതിൽ 2 ഫിഷുകളെ ഹണ്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യാൻ പോണേ. 1 2 ഈ 2 ഫിഷുകളെ നമ്മൾ ഈ വലിയ ഫിഷ് പിടിച്ചു കഴിഞ്ഞു. അവൻ കഴിച്ചു. അപ്പോൾ ഇനി ബാലൻസ് എത്രയുണ്ടെന്ന് നമ്മൾ കൗണ്ട് ചെയ്യാൻ പോവാണ്. 1 2. അപ്പോൾ 4 മൈനസ് 2ൻ്റെ ആൻസർ വരുന്നത് 2 ആണ്. ഇത് നമ്മൾ കുറച്ച് ഹൈപ്പറായിട്ടുള്ള കുട്ടികൾക്കും ഒക്കെ ഇങ്ങനെയുള്ള ആനിമേഷൻ രീതിയിലുള്ള പഠനങ്ങൾ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അത് അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമല്ല, നോർമൽ കുട്ടികളാണെങ്കിൽ പോലും ആനിമേഷൻ രീതി അവർ ഒത്തിരി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതി തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതി